ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 16-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. കുലുങ്ങാത്ത ഒരു ജീവിതം നൽകുന്ന കർത്താവ് സ്തോത്രം. ലോകം നമ്മെ കുലുക്കുമ്പോൾ, പ്രതികൂലങ്ങൾ നമ്മെ കുലുക്കുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മളെ കുലുക്കുമ്പോൾ, അതേ രോഗഭാരങ്ങൾ നമ്മളെ കുലുക്കുമ്പോൾ, മാനസിക വിഷമങ്ങൾ നമ്മളെ കുലുക്കുമ്പോൾ, കുലുങ്ങാതെ നമ്മെ നിർത്തുന്ന ഒരു കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ദൈവമക്കളെ, ഈ ഒരു ദൈവമല്ലേ നമുക്ക് വേണ്ടത്? നാനാ ദിക്കിൽ നിന്ന് നമ്മെ കുലുക്കി നമ്മെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവേശുള്ള വിശ്വാസവും പ്രത്യാശയുമാണ് നമ്മളെ കുലുങ്ങാതെ നിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, അറ്റിരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അത് വീണുപോകയില്ല. കാരണം അതിനെ കുലുങ്ങാതെ നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങൾ എത്ര വലിയതായി വന്നാലും, ഈശാനമൂലന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചാലും, പടകനെ മുങ്ങാതെ നമ്മെ നിർത്തുന്ന, കുലുക്കാതെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ ഈ പകൽക്കാലം നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാൻ ദൈവം. എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? നമ്മെ മറ്റുള്ളവർ കുലുക്കുമല്ലേ? അതല്ലേ വിഷമം. ഭയപ്പെടേണ്ട. കർത്താവ് കരത്തെ പിടിച്ച് പറയുന്നു, ഞാൻ നിന്നെ കുലുക്കാതെ നിർത്തുന്ന ദൈവമാണ്. ഭൂമി കുലുങ്ങും, അഖിലാണ്ടത്തിലുള്ള സകലവും നിന്നെ കുലുക്കുവാൻ ശ്രമിക്കും. എന്റെ ഭക്തന്മാരെയോ കുലുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ദൈവം ബലശാലിയാണ്. നമ്മുടെ ദൈവം ബലമുള്ളവനാണ്. അവന്റെ ബലമുള്ള കൈ കീഴിൽ ആയിരിക്കുന്നവരെ ആർക്കും തകർത്ത് കളയുവാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, അതേ, എന്റെ കയ്യിൽ നിന്നും എന്റെ ആടുകളെ പറിച്ചെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതലേ, നമുക്കൊരു കുലുങ്ങാത്ത ജീവിതം നൽകുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ജീവിതം നയിക്കാം. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.